പൂച്ചയുടെ കൂടെ അവൾ പുറത്തേക്ക് ഇറങ്ങി. ആ പുറത്തേക്ക് ഇറങ്ങിയ സമയമാണ് ഇവർ നടന്ന് കയറി വന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. പരിക്കാൻ നോക്കി കാണാത്തത് കൊണ്ട് പിന്നെ ഇവിടെ മൊത്തം പുറമെ എല്ലാം അന്വേഷിച്ചു. CCTV-യിൽ നമ്മൾ നോക്കുമ്പോൾ ആ CCTV-യിൽ കാണുന്നുണ്ട് കുഞ്ഞിനെ ഇവിടെ മുറ്റത്ത് നടന്ന് കയറി വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കുട്ടിയെ ഒരു അങ്കിൾ എന്നെ വീട്ടിലെത്തിച്ചു തരാമെന്ന് പറഞ്ഞ് സൈക്കിളിൽ കയറ്റി എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ പപ്പനെ കാണണം, എൻ്റെ വീട്ടിൽ കൊണ്ടുവിടണമെന്നും പറഞ്ഞ് കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോയി ആളില്ലാത്ത ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ആണ് കുഞ്ഞിനെ ഇറക്കി വിട്ടത്. കമ്മൽ അയച്ചു തരാമോ എന്ന് അങ്കിൾ ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ കുട്ടി പറയുന്നത്. നമുക്ക് ആ ഒരു നിമിഷം കൊണ്ട് നമ്മൾ അനുഭവിച്ച വിഷമവും വേദനയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേപോലത്തെ ഒരവസ്ഥയാണ്. നമസ്കാരം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിയെ അപരിചിതൻ തട്ടിക്കൊണ്ടുപോയി. ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ കുട്ടിയെ വഴിയിൽ ഉപേക്ഷിച്ച് തട്ടിക്കൊണ്ടുപോയയാൾ രക്ഷപ്പെട്ടു. നാടിനെ 2 മണിക്കൂർ നേരം മുൾമുനയിൽ നിർത്തിയ ഈ സംഭവം നടക്കുന്നത് മാനന്തവാടി ദ്വാരകയ്ക്ക് സമീപം കരിന്തിരിക്കടവിലാണ്. കരിന്തിരിക്കടവ് സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് വീട്ടുമുറ്റത്തു നിന്നും അപരിചിതൻ തട്ടിക്കൊണ്ടുപോകുന്നത്. പോലീസും നാട്ടുകാരും ചേർന്ന് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. അതിവേഗം തന്നെ വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലടക്കം ഇത് പ്രചരിക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഈ സ്കൂട്ടറിലെത്തിയ ഒരാൾ കുട്ടിയുമായി കടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുകയും ചെയ്തു. CCTV-യിൽ നിന്ന് ലഭിച്ച ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കുട്ടിയെ ഈ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ഏതാണ്ട് 8 കിലോമീറ്റർ മാറി പാലിയാണ എന്ന സ്ഥലത്തു നിന്നുമാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. അവിടെയുള്ളൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ് കുട്ടിയെ കണ്ടെത്തി സുരക്ഷിതമായി ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവത്തെപ്പറ്റി കുട്ടിയുടെ വീട്ടുകാർ നമ്മളോട് പ്രതികരിക്കുന്നത് കേൾക്കാം. ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് വീട്ടിൽ. എൻ്റെ ഒരു കൊച്ചുമോനും കൂടെ ഉണ്ടായിരുന്നു. മോനും ഒരു മോളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മോള് പുറത്തേക്ക് പൂച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നു. അവർ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പൂച്ച പുറത്തേക്ക് വന്നപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് വന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് പൂച്ച പുറത്തിറങ്ങിയപ്പോൾ പൂച്ചയുടെ കൂടെ അവൾ പുറത്തേക്ക് ഇറങ്ങി. ആ പുറത്തേക്ക് ഇറങ്ങിയ സമയമാണ് ഇവർ നടന്ന് കയറി വന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. അപ്പം ഞങ്ങളാരും കാണുന്നില്ല. കുഞ്ഞിപ്പോൾ കയറി വരുമല്ലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് കുഞ്ഞ് കയറി വരാത്ത ഒരു സമയമായി കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം കുഞ്ഞിനെ കാണാത്തതുകൊണ്ട് ചോദിച്ചു എന്തിയെന്ന് ചോദിച്ചപ്പോൾ അന്നേരം പരിക്കാത്തെല്ലാം നോക്കി കാണാത്തത് കൊണ്ട് പിന്നെ ഇവിടെ മൊത്തം പുറമെ എല്ലാം അന്വേഷിച്ചു കഴിഞ്ഞ് കാണാതായി കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്കാകെ വേവലാതിയായി. അതിലൊക്കെ വീടുകളിലും പരിസരങ്ങളിലും എല്ലാം അന്വേഷിച്ചു, എന്നും കണ്ടില്ല. അപ്പോൾ അടുത്ത ഒരു വീട്ടിലെ CCTV-യിൽ നമ്മൾ നോക്കുമ്പോൾ ആ CCTV-യിൽ കാണുന്നുണ്ട് കുഞ്ഞിനെ ഇവിടെ മുറ്റത്ത് നടന്ന് കയറി വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് CCTV-യിൽ മനസ്സിലായ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ കുഞ്ഞിനെ ഏത് വഴിയല്ല കൊണ്ടുപോയെന്ന് നമുക്കറിയില്ല. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കമ്മൽ ഊരാൻ ശ്രമിച്ചപ്പോൾ അവൾ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്ക് എൻ്റെ പപ്പനെ കാണണം, എൻ്റെ വീട്ടിൽ കൊണ്ടുവിടണമെന്നും പറഞ്ഞ് കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോയി ആളില്ലാത്ത ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ആണ് കുഞ്ഞിനെ ഇറക്കി വിട്ടത്. കുഞ്ഞ് കരഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ കട പോലെ ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തു നിന്ന് കുറച്ച് പ്രായമായ ഒരു മനുഷ്യനെ കരച്ചിൽ കേട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞാണ് ഇരുട്ടത്ത് കുഞ്ഞ് നടന്ന് വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ കണ്ട ആ ചേട്ടൻ ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുക്കുമ്പോൾ കുഞ്ഞാകെ തണുത്ത് മരച്ചായിരിക്കുന്നത്. പിന്നെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ 2 മണിക്കൂർ ശേഷമാണ് വീട്ടിലേക്ക് തിരികെ വന്നത്. 2 മണിക്കൂർ ശേഷമാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത്. കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിന് ചൂടുവെള്ളം ചായ എല്ലാം കൊടുത്ത് അങ്ങനെയാണ് കുഞ്ഞിനെ. എന്നിട്ട് അവർ കമ്പിളി പുതപ്പ് കൊണ്ട് പുതപ്പിച്ച് ആ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവന്ന് കമ്പിളി പുതപ്പ് കൊണ്ട് പുതപ്പിച്ച് അവിടുത്തെ ഒരു അമ്മയുടെ മടിയിൽ ആ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് വെച്ചേക്കുമായിരുന്നു നമ്മളിവിടുന്ന് ആൾക്കാർ ചെല്ലുമ്പോൾ. അപ്പോൾ അവിടുന്ന് അവർ പോലീസുകാരെ അറിയിച്ചു, അടുത്ത വീട്ടിലറിയിച്ചു. അവിടുന്ന് അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം പരന്നു, സംഗതികളെല്ലാം ന്യൂസ് പരന്ന് വാട്സപ്പിലൊക്കെ ആയി. അത് കഴിഞ്ഞ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അപ്പോൾ അവിടെ നിന്നുള്ള പോലീസുകാരും ഇവിടെയുള്ള പോലീസുകാരും ഇവിടുത്തെ ജനങ്ങളും കൂടെ പോയിട്ടാണ് കുഞ്ഞിനെ ഇവിടെ ആക്കി തരുന്നത്. അതേപോലെയാണ് നമുക്ക് ആ ഒരു നിമിഷം കൊണ്ട് നമ്മൾ അനുഭവിച്ച വിഷമവും വേദനയും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേപോലത്തെ ഒരവസ്ഥയാണ് നമ്മുടെ വീട്ടിലുണ്ടായത്. അറിഞ്ഞു കേട്ട് വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ മൊത്തം ഇവിടെ തടിച്ചുകൂടി അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. പിന്നെ ആ വീട്ടിലേക്ക് പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് കുഞ്ഞിനെ ഇവിടെ എത്തിക്കുന്നത്. ആശ്വാസമായി. അതെ, അപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസമായി. കൊച്ചിനെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിൽ എത്തിയില്ലോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പോഴും
ഇപ്പോഴും നമ്മളുടെ ആ മനസ്സിലെ വേദനകൾ വിട്ടു മാറിയിട്ടില്ല. കുഞ്ഞ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ആ വേദന വിട്ടു മാറിയിട്ടില്ല. ഇതേപോലെ മറ്റൊരിടത്തും ഒരു കുഞ്ഞുങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല. ഈ കൊണ്ടുപോയ ആളാരാന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന ശിക്ഷാ നടപടികൾ അവർക്ക് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. കൊടുത്താൽ അല്ലെങ്കിൽ ഇനിയും വേറെ ഒരു മക്കൾക്കും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതേ അവസ്ഥയിലാണ്. ഞാൻ ഒരു ചെറിയ കട നടത്തുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ ഈ രാഷ്ട്രീയ സംവാദമൊക്കെ നടത്തുന്ന ഈ കടയിലായതുകൊണ്ട് എപ്പോഴും ആളുകളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പിരിയുമ്പോൾ ഒരു 10-10:30 ആവും എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ. അപ്പോൾ അന്നൊരു ക്ഷേത്ര കമ്മിറ്റി യോഗം നടക്കുന്നതുകൊണ്ട് കുറേ സുഹൃത്തുക്കളെല്ലാം കമ്മിറ്റി യോഗത്തിന് പോയതായിരുന്നു. അപ്പോൾ ഒരു 9:30 വരെ ഈ ശ്രീജി എന്ന് പറഞ്ഞ് ഇവിടെ ടൈലർ പണിയെടുക്കുന്ന അവരും ഉണ്ടായിരുന്നു കൂടെ. അദ്ദേഹം വീട്ടിലേക്ക് പോയതിന് ശേഷം പിന്നെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ കട അടയ്ക്കാൻ നോക്കുകയാണ്. അടയ്ക്കുമ്പോൾ ഈ നിരപ്പാലികയെല്ലാം ഇട്ട് അകത്തുനിന്ന് ഈ പക്ഷിയൊക്കെ തീറ്റ കൊടുക്കുന്ന പരിപാടിയുണ്ട് എനിക്ക് രാവിലെ. അപ്പം ഞായറാഴ്ച ഒഴിവായതുകൊണ്ട് കേക്ക് എടുത്ത് പൊതിഞ്ഞ് വെക്കുന്ന സമയത്താണ് ഈ ഒരു ഒച്ച കേൾക്കുന്നത്. അപ്പം നമ്മളെ അടുത്ത് കുറച്ച് പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട്. അതിനെന്തോ പിടിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ അകത്തുനിന്ന് തന്നെ വലിയ ഒച്ച ഉണ്ടാക്കി. ഇത് ഓടട്ടെ എന്ന് വിചാരിച്ച്. അപ്പം നോക്കുമ്പോൾ പിന്നെയും ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താക്കി, പുറത്തേക്ക് ഇറങ്ങി. കടയുടെ പുറത്തിറങ്ങി ചുറ്റുപാട് നോക്കുമ്പോൾ ഈ ഒച്ച പിന്നെയും കേൾക്കുന്നു. അപ്പം ഞാൻ കുറച്ച് ദൂരോട്ട് നോക്കുമ്പോൾ എൻ്റെ ഒരു കടയുടെ വീടിൻ്റെയും ഒരു 10-12 മീറ്റർ അപ്പുറത്ത് ഒരു കുട്ടി സ്റ്റഡിയായിട്ട് നിന്ന് കരയുകയാണ്. അപ്പം ഞാൻ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കൃത്യമായ വെളിച്ചത്തിലുള്ളത്. അപ്പുറത്തൊരു ഷട്ടറിട്ട കടയാണ്, അത് അടച്ചിട്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ പടിക്കൽ നിന്നിട്ടാണ് ഈ കരയുന്നത്. ഞാൻ അവിടെ അടുത്ത് നിന്ന് ചെന്ന് ഒരു 5 മിനിറ്റ് നേരം ഞാൻ പകച്ച് നിന്ന് പോയി. അപ്പോൾ ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുട്ടിയുടെ അമ്മയെ മറ്റേ മൂത്രം ഒഴിക്കാനോ മറ്റോ മാറിയിട്ടുണ്ടോ എന്ന് വിചാരിച്ചു ഞാനൊരു 5 മിനിറ്റ് അവിടെ സാവകാശം കൊടുത്തു. എന്നിട്ടും കുട്ടി കരയുകയാണ്. അപ്പം ഞാൻ പോയി വാരി എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമായില്ല. അങ്ങനെ കൊണ്ടുവരുമ്പോൾ കുട്ടി ആകെ മരവിച്ച ഒരവസ്ഥയായിരുന്നു. നല്ല തണുപ്പുള്ളൊരു സമയമായിരുന്നു. അങ്ങനെ കുട്ടിക്ക് ഒരു 2 മുട്ടായിയൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് അടുപ്പിൻ്റെ അടുത്ത് കൊണ്ട് ചൂടാക്കി ചായയൊക്കെ കൊടുത്താണ് കുട്ടീനെ സ്വാന്തനപ്പെടുത്തിയത്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സുഹൃത്ത് പ്രശാന്ത് എന്ന് പറയുന്ന ആളെ വിളിച്ചു. അങ്ങനെ അപ്പം തന്നെ പോലീസിൽ മെസ്സേജ് എത്തിയിരുന്നെന്ന് തോന്നുന്നു. പോലീസ് പറഞ്ഞു എന്നാൽ ഞങ്ങളിപ്പം തന്നെ വരും, അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളമുണ്ട സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി. അതിനുശേഷം മാനന്തവാടിയിൽ നിന്നുള്ള ആളുകളെത്തി. പിന്നീട് ഈ കുട്ടിയുടെ വീട്ടിൻ്റെ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ എന്ന് പറഞ്ഞവരെത്തി. അങ്ങനെയാണ് കുട്ടീനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. കുട്ടി ഒരു അങ്കിൾ എന്നെ വീട്ടിലെത്തിച്ചു തരാമെന്ന് പറഞ്ഞ് സൈക്കിളിൽ കയറ്റി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടീനെ പറ്റി ചോദിക്കുമ്പോൾ ആ കമ്മൽ അയച്ചു തരാമോ എന്ന് അങ്കിൾ ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ കുട്ടി പറയുന്നുണ്ട്. ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കാരക്കാമല വഴി അങ്ങനെ വന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടി ഇങ്ങോട്ട് പോകുമ്പോൾ ഫുള്ളായിട്ട് സ്ട്രീറ്റ് ലൈറ്റാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഈ കടയിൽ നിന്ന് ഒച്ച എടുക്കുന്നുമുണ്ട് ഈ പൂച്ചേനെ ഓടിക്കാൻ വേണ്ടി. ആ ഒച്ചയെ മറ്റേ കേട്ടിട്ടായിരിക്കും അയാൾ ആടെ തന്നെ കുട്ടീനെ ഇറക്കി തിരിച്ചു പോയതെന്ന് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടി ഇറക്കുന്നത് വിജനമായ സ്ഥലമാണ്. എൻ്റെ വീട് കഴിഞ്ഞാൽ ഒരു ഷട്ടർ ഇട്ട കടയാണ്. ആ കട അടച്ചിട്ടേക്കുക. അതിൻ്റെ പടിക്കലാണ് ഈ കുട്ടി നിൽക്കുന്നത്. ആ അതെ അതെ അതെ, ഒരു വല്ലാത്ത അത്ഭുതമായിട്ട് തോന്നുന്നു. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇറക്കി കഴിഞ്ഞാൽ നായ്ക്കളുടെ വലിയ ശല്യമുള്ള സ്ഥലമാണ്. കൂട്ടമായിട്ട് നായ്ക്കൾ വരും, ആക്രമിക്കും. കുട്ടി എന്തായി പോകുന്നതന്നെ അറിയില്ല. അപ്പുറം വിജനമായ പുഴയോരമാണ്. ആ പുഴയോരത്തേക്ക് പോയാലും ആൾപ്പെരുമാറ്റം ഇല്ലാത്ത സ്ഥലങ്ങളാണ്. എന്തായാലും വല്ലാത്തൊരു രക്ഷപ്പെടലാണ് ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുള്ളത്.